بسم الله ربي الله حسبي الله اعتصمت بالله فوضت أمري إلى الله ما شاء الله لا حول ولا قوة إلا بالله اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة دائمة بدوام ملك الله. أما بعد فقد قال الله تعالى في كلامه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني. وقال نبينا صلى الله عليه وسلم: إذا مات الإنسان انقطع عنه عمله إلا من ثلاثة إلا من صدقة جارية أو علم ينتفع به أو ولد صالح يدعو له. رواه مسلم. صدق الله العلي العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട പ്രിയമുള്ള മഹല്ലരികളെ, മറ്റും ഉലമാക്കളെ, അല്ലാഹു ജല്ല ശാനഹു വ തആല ഇപ്പോൾ നമ്മളെ കൂട്ടിയിരിക്കുന്ന ഈ കൂട്ടം വളരെ ശ്രേഷ്ഠമായ ഒരു കൂട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ മരിച്ചവരുടെ നല്ല കാര്യങ്ങളെ നിങ്ങൾ എടുത്തു പറയുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവർകൾ ഞാൻ മഹല്ലറയിൽ ഓതുന്നതായ സമയത്ത് ഒരു ചെറിയ ഉസ്താദായിരുന്നു. എൻ്റെ സനദിലെല്ലാം അദ്ദേഹം കയ്യൊപ്പിട്ടിട്ടുണ്ട്. നല്ല മുഹബ്ബത്തോടു കൂടി പഴക്കപ്പെടുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ. അതിനുശേഷം നിങ്ങളെല്ലാം അത് ആദ്യമായി ആരംഭഘട്ടം, അതായത് എനിക്ക് മുമ്പ്, അതായത് നമ്മുടെ അവിടെ ഖത്തീബായിരുന്ന, കായൽപട്ടണം ഖത്തീബായിരുന്ന ഖത്തീബ്, അതായത് സാഹിബ് തമ്പി ആലിം ഷാ എന്ന് പറയുന്ന ഒരു മഹാൻ, അവരാണ് ആദ്യത്തെ തഹസീൽ സനത് വാങ്ങിച്ചത്. അവരുടെ കൂടെ ഉള്ളവരും. അതിന്റെ ശേഷം രണ്ടാമത്തെ തഹസീല് ഞാനും എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സഹപാഠികളുമായിരുന്നു. അപ്പോ അവിടെ മുദരിസായി വലിയ ഉസ്താദായിരുന്നത് ഖിബ്ല ഹസ്രത്ത് എന്ന് പറയപ്പെടുന്ന അബൂബക്കർ ഹസ്രത്ത് ഉത്തമവാളയും അവരായിരുന്നു. അവർ വെല്ലൂരിൽ ഓതിക്കൊടുത്തു. അതേപോലെ വെല്ലൂരിൽ അവർ നാസിറായി പ്രിൻസിപ്പാലായിരുന്നു. അതിന്റെ ശേഷം അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ അവർ പ്രിൻസിപ്പാലായിരുന്നു. അത് കഴിഞ്ഞ് ഈ രാജ്യത്ത് അവര് ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഈ രാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവർ കണ്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് കായൽപട്ടണത്തിൽ അങ്ങനെ അവരിരുന്നു. 5 വർഷം അവരിരുന്നു. ഞാൻ ഓതി കഴിയുന്നതായ സമയം ആ റജബ് മാസത്തിലാണ്
സയ്യിദനാ വ ശൈഖുനാ അബൂബക്കർ ഹസ്രത്ത് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്തായി. അതിന്റെ ശേഷം അവിടെ ഉസ്താദായി വന്നത് നമ്മുടെ KK അബൂബക്കർ ഉസ്താദാണ്. ഹസ്രത്തിന്റെ വളരെ അടുത്ത തിൽമീദ്, വളരെ പ്രിയപ്പെട്ടതായ തിൽമീദ്. ആ കേരളത്തിൽ ചില ആൾക്കാരുണ്ട്, ഹസൻ മുസ്ലിയാർ, നമ്മുടെ KK ഹസൻ മുസ്ലിയാർ, അതേമാതിരി KK അബൂബക്കർ ഹസ്രത്ത്, ഇവരെല്ലാം താനൂറാണ് ഇവരുടെ രാജ്യം. അവരും അവിടെ വന്ന് അവരാണ് നമ്മുടെ അബൂബക്കർ ഹസ്രത്തിന്റെ ശേഷം അവിടെ നാസിറായിട്ട്, അതായത് പ്രിൻസിപ്പാലായിട്ട് വന്നതും. അവിടെ വന്ന് 5 വർഷം ഇരുന്നു. അതിന് ശേഷം വാദം പിടിപെട്ട കാരണമാണ് അവർ വരാതായത്. അതിന് ശേഷം അവർ ജാമിയ നൂരിയിൽ പ്രിൻസിപ്പാലായി അവർ ഇരുന്നു. ഞാനപ്പോ ഇരുന്ന കാലം ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്തിന്റെ കാലത്താണ് ഞാൻ ഇരുന്നത്. അത് വളരെ ഒരു ഉത്തമമായ ഒരു വർഷമായിരുന്നു എനിക്ക്. നിറയെ ഔലിയാക്കൾ നിറഞ്ഞ സ്ഥലം, എവിടെ നോക്കിയാലും അള്ളാഹിന്റെ ഔലിയാക്കൾ. വലിയ ഇൽമിന്റെ ഒരു രാജ്യമാണ് ഈ കായൽ പട്ടണം എന്ന് പറയുന്നത്. അവിടെ ഓതാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ബാക്കിയാത്ത് പോകാനായി ഇരുന്നു. ആ സമയത്ത് എന്നോട് എൻ്റെ ബാപ്പ, നീ അബൂബക്കർ ഇന്നമാതിരി കായൽ പട്ടണത്തിന് ഹാജരായിരിക്കുന്നുണ്ട്, ഓതിക്കൊടുക്കുന്നുണ്ട്, നീ അവിടെ പോയി ഓത് എന്ന് എന്നെ അയച്ചു വിട്ടതാ. അതൊരു വലിയ ഭാഗ്യമായിട്ട് അല്ലാഹു തആല എനിക്ക് തന്നു. ഹസ്രത്തിന് വലിയ പ്രിയമായിരുന്നു എന്നെ. അല്ലാഹു ജല്ല ശാനഹു തആല അവർക്കും അവന്റെ ശേഷമുള്ള ഉസ്താദ്മാരിൽ മസ്താൻ ഹസ്രത്ത്, അബൂബക്കർ ഹസ്രത്ത്, അബൂബക്കർ KK അബൂബക്കർ ഹസ്രത്ത്, ഇതേപോലെ ഖത്തീബ് നമ്മുടെ സാഹിബ് തമ്പി ആലിംസ, ഇവർക്കെല്ലാം നൂഹുക്കണ്ണ ആലിംസ, ഇവരെല്ലാം അപ്പോ അവിടെ മുദരിസന്മാരായിരുന്നു. അതേപോലെ സൈഫുദ്ദീൻ ആലിംസാവും അവിടെ ഇരുന്നു. അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തിനെ കൊടുക്കട്ടെ. സ്വർഗത്തിനെ അവർക്ക് അവർ ഒതുങ്ങുന്ന സ്ഥലമാക്കി അവർക്ക് അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. അവരുടെ ഖബർ സ്ഥലങ്ങളെല്ലാം നൂറാനിയത്ത് കൊണ്ട് അല്ലാഹു തആല നിറയ്ക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യാൻ കടമപ്പെട്ടവരാണ്. അല്ലാഹു ജല്ല ശാനഹു തആല അവരെ നല്ലവരുടെ കൂട്ടത്തിൽ അവരെയും അവരുടെ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു ജല്ല ശാനഹു തആല ആക്കി വയ്ക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും നിന്നുപോകും. മരിച്ചതിന്റെ ശേഷം ഒരു മനുഷ്യൻ അവനിക്ക് സവാബ് കിട്ടുന്നതായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കൂല. ഖുർആൻ ഓതാൻ പറ്റൂല, ഹജ്ജ് ചെയ്യാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, അതേമാതിരി നോമ്പ് വയ്ക്കാൻ പറ്റൂല, നമസ്കരിക്കാൻ പറ്റൂല, ഒന്നും അവനിക്ക് പറ്റൂല. ഖബറിൽ പോയാൽ എല്ലാ അമലുകളും അവനിക്ക് നിന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതെല്ലാം നന്മയായ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് നന്മ വന്ന് കിട്ടും, ഖുർആൻ ഓതിയാൽ അതുകൊണ്ട് നമുക്ക് നന്മകൾ വന്ന് കിട്ടും. അതുപോലെ നോമ്പ് വെച്ചാൽ നോമ്പിന്റെ നന്മ നമുക്ക് വന്ന് കിട്ടും. ഇതുപോലെ നാം എന്ത് ചെയ്താലും നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അല്ലാഹു ജല്ല ശാനഹു തആല നമുക്കതിന്റെ നന്മയുടെ ഫലങ്ങളെ ദുനിയാവിൽ തരും, ആഖിറത്തിൽ നമുക്കതിന്റെ ഫലങ്ങൾ കിട്ടും. അതുപോലെ മരിച്ചു പോയാലോ, അതോടുകൂടി മരിച്ചു, ഒന്നുമില്ല, അവനിക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ മിൻ സലാസത്ത്, 3 കാര്യങ്ങളല്ലാതെ. ആ 3 കാര്യങ്ങളിൽ എന്താ? ഒന്ന് സദഖത്തെ ജാരിയ, നടക്കുന്നതായ സദഖ. അതെന്താ നടക്കുന്ന സദഖ? ആ സദഖയ്ക്ക് എന്താ കാലാവുള്ളത്? അല്ല, അത് നാം പള്ളി നമ്മൾ കെട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു മദ്രസ നാം കെട്ടി, അല്ലെ ദീനിന്റെ മക്കൾക്ക് വേണ്ടി, ദീനിനെ പഠിക്കുന്നതായ മക്കൾക്ക് വേണ്ടി ഉപകാരങ്ങൾ, അവർക്ക് ചാപ്പാട്, ഭക്ഷണം, ഇതേപോലെ അവർക്ക്
അവർ കിതാബുകള് ഇതേപോലുള്ള വസ്തുക്കളെല്ലാം അവർക്ക് നമ്മ വാങ്ങിക്കൊടുത്തു. ഇത് എത്ര കാലം അവരുടെ ഇൽമത് ഫായിദ പ്രയോജനം ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് എന്ത് ചെയ്യും? ആ സവാബ് വന്ന് ചേർന്നുണ്ടേ ഇരിക്കും. ആ പള്ളിയിൽ നമസ്കരിക്കുന്ന പള്ളിയിൽ എത്ര പേർ നമസ്കരിച്ചിരിക്കണോ അത്രയും സവാബ് അവർക്ക് കിട്ടുന്നത് പോലെ നമുക്കും അത് കിട്ടുന്നതായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത് സദഖത്തെ ജാരിയ എന്ന് പറയുക. അപ്പൊ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് മസ്താൻ ഹസ്രത്ത് അവർകൾ എന്ത് ചെയ്തു? തന്റെ ഇൽമിനെ പഠിച്ചു കൊടുത്തു. എത്രയോ മഹല്ലരികൾ, അല്ലാഹു ജല്ല ശാനഹു തആലാന്റെ മഹല്ലരികൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള എത്രയോ മഹല്ലരികൾ അവിടെ പോയി പഠിച്ചു, ഉസ്താദിന്റെ അടുത്ത് പഠിച്ചു. ആ പഠിച്ച ഇൽമിനെ അവർ ഇന്നും എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സവാബെല്ലാം അവർ കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എത്ര സവാബ് കിട്ടുമോ അതേപോലുള്ള സവാബ് അവർക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. സദഖത്തെ ജാരിയ ഖൗലും മഅറൂഫുൻ സദഖത്തുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല കൗല്, നല്ല വിഷയത്തിനെ പറഞ്ഞു കൊടുക്കൽ, നല്ല വിഷയത്തിലെ നാം ഒരു മനുഷ്യനിക്ക് വഴികാട്ടി കൊടുക്കൽ, അതെല്ലാം ഒരു സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മസ്താനത്തെ എത്ര ആൾക്ക് ഓതിക്കൊടുത്തോ, എത്ര ആളുകൾക്ക് അവർ പഠിച്ചു കൊടുത്തോ, ആ പഠിപ്പിന്റെ അതിന്റെ സവാബ് അവർക്ക് കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടും. നാം ഇപ്പൊ പഠിച്ചു കൊടുക്കുന്നതിന്റെ സവാബും അവർക്ക് കിട്ടും. എന്തുകൊണ്ട്? അവർ പഠിച്ചു തന്നതിനെയാണ് നമ്മൾ അടുത്തവർക്ക് നമ്മൾ പഠിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ സവാബിനെ അല്ലാഹു ജല്ല ശാനഹു തആല അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതേപോലെ ഖിയാമത്ത് വരയ്ക്കും അത് ആ സവാബിന്റെ കാര്യം നടന്നുകൊണ്ടേയിരിക്കും. വാഴയടി വാഴയായിട്ട്, അതായത് ഒരു വാഴ പോയാൽ ഇന്നൊരു വാഴ അതിൽ മുളയ്ക്കുന്നത് പോലെ, ഇതേപോലെ നമ്മൾ മരിച്ചാൽ നമ്മുടെ അടുത്ത് പഠിച്ച ആരെല്ലാം ഉണ്ടോ അവർക്കുള്ള സവാബ് മസ്താനത്തോടു കൂടിയിട്ട് താല്ലുക്കുണ്ടായ ബന്ധപ്പെട്ടതായ ആ ഇൽമിന്റെ സവാബെല്ലാം അവർക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖത്തെ ജാരിയ എന്ന് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் പിന്നെയും പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ പ്രയോജനം പെറുന്നതായ ഇൽമ് അതും അവന്റെ ഖബറിലേക്ക് അത് വരുന്നതാണ്, അവനക്ക് അത് സവാബ് കിട്ടുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പഠിച്ച ഇൽമ്. അതുകൊണ്ട് മസ്താൻ ഹസ്രത്ത് പല തരീഖത്തിന്റെ വലിയ വലിയ ഷെയ്ഖ് മശായിഖന്മാരെ കണ്ട് അതിൻ്റെ അടുത്തെല്ലാം ബയ്യത്ത് വാങ്ങിയവരാണ്. അതായത് കമ്പം ഉസ്താദ്, അംബാനായകം എന്ന് പറയുന്ന ആ ഉസ്താദിന്റെ അടുത്ത് അവര് അതായത് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവന്റെ അടുത്ത് ബയ്യത്ത് വാങ്ങിയിട്ടുണ്ട്. ആ തരീഖത്തിനെ പിൻപറ്റി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ തരീഖത്ത് ഖാദിരിയ തരീഖത്തിനെ പിൻപറ്റി നടക്കുന്നവരാണ് അവർ. ആ വഴിയിൽ എന്ത് ചെയ്യുന്നത്? ഇവർ നടന്നവരാ. അപ്പൊ അതിന്റെ സവാബ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. താൻ പഠിച്ചതായ ഇൽമ്, ആ ഇൽമിനെ നല്ല ഇൽമ അവർ പഠിക്കുമ്പോൾ അതിന്റെ സവാബ് അവർക്ക് കിട്ടുന്നത് പോലെ, അതേപോലെ ആരെല്ലാം അവരുടെ അടുത്ത് പ്രയോജനം അവർ അടഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഇതിന്റെ സവാബ് കിട്ടും. അതേപോലെ മസ്താൻ ഹസ്രത്തിനും പോയി അതിന്റെ സവാബ് പോയി ചേരും എന്നതിൽ സംശയമൊന്നുമില്ല. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ സാലിഹായ മക്കളുണ്ടെങ്കിൽ അവനും ഖബറിലേക്ക് വന്ന് ചേരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവർ വന്ന് കൂടെ ഇരിക്കലല്ല, അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതായത് ഒരു മനുഷ്യൻ ഖുർആനെ പഠിച്ചാൽ, അതായത് കുട്ടിയെ ഖുർആനെ പഠിപ്പിച്ചാൽ, ആ ഖിയാമത്ത് ദിവസത്തിൽ അല്ലാഹു ജല്ല ശാനഹു തആല ഈ ഖുർആനെ പഠിച്ച് അമൽ ചെയ്ത മനുഷ്യനിക്ക്
അവന്റെ വാപ്പാക്ക് ഒരു താജിനെ, ഒരു കിരീടത്തിനെ തലയിൽ വെച്ച് കൊടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യുന്നവർക്ക് എത്ര വലിയ ഒരു കൃപയാണ് അല്ലാഹു ജല്ല ശഅനഹു തആലാന്റെ അടുത്ത്, ബഹുമാനമാണ് അല്ലാഹു ജല്ല ശഅനഹു തആലാന്റെ അടുത്ത് ഉണ്ടാവുക എന്ന് ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മളുടെ മക്കൾക്ക് നമ്മൾ പഠിച്ചു കൊടുത്താൽ, നമ്മളുടെ മക്കൾക്ക് നാം അവരെ ദീനിയായി വളർത്തിയെടുത്താൽ, ദീനിയായ മക്കളായിട്ട് അവരെ ആക്കിയാൽ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അത് മാത്രമല്ല, നാം അവർക്ക് ഖുർആനെ പഠിച്ചു കൊടുത്തു, ശരീഅത്തിനെ പഠിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർ അമൽ ചെയ്യുന്ന സമയത്ത് അല്ലാഹു ജല്ല ശഅനഹു വ തആല അതിന്റെ അമലിന്റെ സവാബെല്ലാം നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിൽ ഒരു മനുഷ്യൻ വരും, ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ, ഒരു നന്മയും അവൻ ചെയ്തിട്ടേ ഇല്ല. അല്ലാഹു ജല്ല ശഅനഹു തആല അവനോട് നീ സ്വർഗത്തിലേക്ക് പോ എന്ന് പറയും. സ്വർഗത്തിലേക്ക് നീ പോയിക്കോ എന്ന് പറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നതാ. അപ്പോ അവൻ ചോദിക്കും, യാ അല്ലാഹ്, ഞാൻ ദുനിയാവിലിരിക്കുമ്പോ ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം എനിക്ക് മാറ്റമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു നടന്നു, ഒരു നന്മയായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടേ ഇല്ല. പിന്നെന്താ സ്വർഗത്തിലേക്ക് എന്നെ പോകാനായിട്ട് നീ പറയുന്നത് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു ജല്ല ശഅനഹു തആല പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹു പറയുന്നു, നിന്റെ മകന്റെ ദുആ കാരണം, നിന്റെ മക്കളുടെ ദുആ കാരണം ഞാൻ നിനക്ക് നിന്റെ പാവത്തെയെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലേക്ക് പോയെന്ന് അവൻ അയക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ മക്കൾ നമസ്കാരത്തിൽ പോയി ഇരുന്നു, അവർ പറയുന്നു, അല്ലാഹു മഗ്ഫിർലി, റബ്ബേ എനിക്ക് പാവത്തിനെ പുറത്തു തരണം, അതുമാതിരി വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും അവർക്കും പാവത്തിനെ പുറത്തു കൊടുക്കണം എന്ന് അവർ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ജല്ല ശഅനഹു തആല ആ ദുആനെ ഏറ്റെടുക്കും. മക്കൾ ബാപ്പാക്ക് വേണ്ടിയും ഉമ്മാക്ക് വേണ്ടിയും ദുആ ചെയ്യുമ്പോ ആ ദുആനെ അല്ലാഹു ജല്ല ശഅനഹു തആല ഏറ്റെടുക്കും. അതുകൊണ്ടാണ്, അതായത് മാതാപിതാക്കളെ എവിടെ നോക്കുമ്പോഴും ഖുർആനിൽ നാം കാണുമ്പോ അല്ലാഹു ജല്ല ശഅനഹു തആല വലിവാലിദൈക ഇഹ്സാന, അല്ലാഹു തആല അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അതായത് അല്ലാഹു തആല കൽപ്പിച്ചു എന്ത് നന്മ ചെയ്യണം, ആർക്ക്, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണം എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. അതാ നിറയെ സ്ഥലങ്ങളിൽ. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അല്ലാഹുവിന്റെ അടുത്ത് വലിയ കൂലി കിട്ടുന്നതായ അമലേതാണ് എന്ന് ചോദിച്ചപ്പോ അസ്സലാത്തു ലി വഖ്തിഹാ എന്ന് പറഞ്ഞു. അസ്സലാത്തു ലി വഖ്തിഹാ, ആ സമയത്തിന് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. സമയം വന്നാൽ ഉടനെ അള്ളാഹുവിന്റെ നമസ്കാരത്തിനെ നിറവേറ്റുക. അങ്ങനെ നമസ്കാരത്തിനെ നിറവേറ്റലാണ് വളരെ ശ്രേഷ്ഠമായ നന്മ എനിക്ക് തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അയാൾ ചോദിച്ചു, സുമ്മ അയ്യുൻ എന്ന് ചോദിച്ചു. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. പിന്നെ രണ്ടാമത്തത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജല്ല ശഅനഹു തആലാന്റെ വഴിയിൽ നീ ജിഹാദ് ചെയ്യലാണ് എന്ന് പറഞ്ഞു. പിന്നെയും അയാൾ വിട്ടില്ല, സുമ്മ അയ്യുൻ എന്ന് ചോദിച്ചു. പിന്നെന്താണ് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, അതായത് വബിൽ വാലിദൈക ഇഹ്സാന, നിന്റെ മാതാപിതാക്കളെ കൊണ്ട് നീ നന്മ ചെയ്യുക, അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് നന്മ കാട്ടണം, അതാണ് വേണ്ടത്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കുക, ഏത് സ്ഥലത്ത് നോക്കിയാലും അല്ലാഹു തആലക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിങ്ങൾ മൂഴുക എന്നെല്ലാം അല്ലാഹു ജല്ല ശഅനഹു തആല പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് നന്മയെ നീ ചെയ്യണം എന്നാണ് അല്ലാഹു ജല്ല ശഅനഹു തആല അടുത്ത് പറയുന്നത്. സയ്യിദുനാ ഉവൈസുൽ ഖറനീ റളിയല്ലാഹു തആല അൻഹു അവരാരായിരുന്നു?
വലിയൊരു മഹാനാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് അവർ ജീവിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കാലത്തിന് അവർ ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ എന്താ പ്രയോജനം? കാണുന്നവർക്ക് കണ്ടാൽ സ്വർഗമാണ്. അവർ ഈമാനോടുകൂടി, അല്ലാഹു ജല്ല ശഅനഹു തആലാവിന്റെ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി, യഖീനോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ കണ്ടവർക്ക് സ്വർഗമാ, സംശയമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ ഉടനെ സ്വർഗമാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു ദറജ, ആ ദറജയെ തന്നെ വിട്ടുകൊടുത്തു സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. എന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വലിയ സ്നേഹമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ വളരെയധികം സ്നേഹമുള്ളവരാണ്. അവന്റെ പല്ലുകളെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദിൽ ഒരു പല്ല് ഷഹീദായി എന്ന് കേട്ടിട്ട് അവർ എല്ലാ 32 പല്ലിനെയും അവരെന്ത് ചെയ്ത് എല്ലാം തട്ടിയെടുത്തു. എന്താ 32 പല്ലിനെയും തട്ടിയെടുക്കേണ്ട ആവശ്യം എന്താ? ഒരു പല്ലല്ലേ ഷഹീദായുള്ളൂ. അവർക്ക് സംശയം വന്നു, ഈ പല്ലാണോ ഇതാണോ എന്ന് സംശയം വന്നു. അങ്ങനെ 32 പല്ലിനെയും തട്ടിയെടുത്തവർ അത്രയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ്. അത്രയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ടവരാണ്, സ്നേഹിച്ചവരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല. പിന്നെന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനായിട്ട് അവർ വന്നില്ല. എന്താ കാരണം? അതിനെന്താ കാരണം? അവരെത്രയോ, അതായത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോടും സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു അവരോടും, അവരെല്ലാം ആരാണ്? അശറത്തുൽ മുബശ്ശറാവിൽപ്പെട്ടവരാണ്. അശറത്തുൽ മുബശ്ശറ എന്ന് പറഞ്ഞാൽ 10 പേർക്ക് സ്വർഗം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾക്കെല്ലാം സ്വർഗമാണ് എന്ന് അവർക്ക് സന്തോഷവാക്ക് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 10 പേരിൽ മുഖ്യമായവരാണ് അലി റളിയല്ലാഹു തആല അൻഹു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്. തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത മരുമകനാണ് അലി റളിയല്ലാഹു തആല അൻഹു. അതേമാതിരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? അതായത് ലൗകാന മിൻ ബഅദി നബിയ്യുൻ ലകാന ഉമറു നബിയ്യ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതായത് എനിക്ക് ശേഷം നബിയില്ല, അങ്ങനെ നബി വരികയാണെങ്കിൽ ഉമറെ നീയായിരിക്കും നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്രയും വലിയ ഒരു സ്ഥാനമുള്ളവരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനായിട്ട് വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, അവർ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞു, ഉമറെ, നീ വരുന്ന വഴിയിൽ ശൈത്താൻ വരൂല എന്ന് പറഞ്ഞു. നീ ഏത് വഴിയാണോ നടക്കുന്നത് ആ വഴിയിൽ കൂടെ ശൈത്താൻ വരികയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ ചില സമയങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു തആല ഇങ്ങനെ വഹി ഇറക്കിയാൽ നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ആ ഉമറിന്റെ ആലോചന എന്താണോ, അവരുടെ ചിന്ത എന്താണോ, അതേപോലെ അല്ലാഹു തആല ഖുർആനിൽ എന്ത് ചെയ്യും? വഹി ഇറക്കുന്നവനായിരുന്നു. വഹി അല്ലാഹു ജല്ല ശഅനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്ന് പറയുന്നവരായിരുന്നു. അത്രയും നാവിനും അതേപോലെ ദറജയിലും അല്ലാഹുവിന്റെ അടുത്ത് ദറജയിലും വളരെ ശ്രേഷ്ഠമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോടും അലി കറമല്ലാഹു വജ്ഹ അവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലിയെ, ഉമറേ, നിങ്ങൾ ഉവൈസുൽ ഖറനിൽ ഒരാളുണ്ട്, ഉവൈസ് എന്ന് പറയുന്ന ആൾ, അയാളുടെ അടുത്ത് പോകാൻ സാധിച്ചാൽ നിങ്ങൾ പോകുക, പോയി നിങ്ങൾക്ക് വേണ്ടിയും എന്റെ ഉമ്മത്തിന് വേണ്ടിയും ദുആ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞാൽ അവർ എത്ര വലിയ സ്ഥാനത്തിന് എത്തിയിരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക.
ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ പോയി. അതേപോലെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളും അവിടെ പോയി. അവരെ ഉവൈസുൽ ഖർണിയെ കണ്ടു. അപ്പൊ ഉവൈസുൽ ഖർണി ചോദിച്ചു, റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചു. എന്തൊരു അത്ഭുതം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ കല്യാണം ചെയ്ത ആൾ അലി, അതേമാതിരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അതേ നാട്ടിൽ മക്കയിൽ ജനിച്ചവര്, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന ആള്, രണ്ടാമത്തെ ഖലീഫ. ഇങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടും അലി കറമല്ലാഹു വജ്ഹ അവരോടും ചോദിക്കുന്ന ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു, നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ അത്ഭുതമായിട്ട് പറയും, ഞങ്ങളെല്ലാം കൂടെ ഇരിക്കുന്നവര് എന്ന് പറഞ്ഞപ്പോ, തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഈ കണ്ണുകൊണ്ടല്ലേ നോക്കിയത്. സൂര്യനെ നിങ്ങൾ നോക്കുക, സൂര്യനെ നോക്കാൻ നിങ്ങളെ കൊണ്ട് നേരിട്ട് സൂര്യനെ കാണാൻ സാധിക്കുമോ? അത് കാണാൻ സാധിക്കില്ല. എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ടുള്ള കഴിവ് നമുക്കില്ല. അതേപോലെ അന്ത ശംസുൻ അന്ത ബദ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശംസാണ്, സൂര്യനാണ്. അവനെ നിങ്ങളുടെ കണ്ണുകൊണ്ട്, ഈ വെളിയിലുള്ള കണ്ണുകൊണ്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല എന്ന് സയ്യിദുനാ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു ആരോട് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടും അലി റളിയല്ലാഹു തആല അൻഹു അവരോടും പറയുകയാണെങ്കിൽ, അപ്പോ എത്ര വലിയ സ്ഥാനത്തില് ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം സഹോദരന്മാരെ. അപ്പൊ അല്ലാഹു ജല്ല ശാനഹു വ തആല ഉവൈസുൽ ഖർണിക്ക് എത്ര വലിയ അന്തസ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഇതെന്താ കാരണം? എന്താണ് അവരെന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണാൻ വരാതിരുന്നത്? എന്ത് കാരണമാണ്? വയസ്സായ ഒരു ഉമ്മ, വളരെ വയസ്സായ ഉമ്മ അവർക്കുണ്ടായിരുന്നു. നോക്കാൻ വേറെ ആരുമില്ല, ആളില്ല അവരെ പരിപാലിക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്കുള്ള എല്ലാ പണികളും ചെയ്തു കൊടുക്കാൻ വേറെ ആരും ഇല്ലാതിരുന്നു. അങ്ങനെ ഇല്ലാതിരുന്ന കാരണമാണ് സയ്യിദുനാ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു അവരെ കാണാൻ വരാത്തത് എന്തുകൊണ്ട്? ഉമ്മാന്റെ കാരണം. ഉമ്മാനെ അവരെ ശുശ്രൂഷിക്കാൻ, അവരിനെ ഖിദ്മത്ത് ചെയ്യാൻ വേറെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവർ വന്നില്ല. അത്രയും അള്ളാഹുവിൻ്റെ അടുത്ത് സവാബും അള്ളാഹു ജല്ല ശാനഹു വ തആല അത്രയും ആൾക്കാരെ, അതായത് ഉമ്മയും വാപ്പാനെയും ആരാണോ ഖിദ്മത്ത് ചെയ്യുന്നത്, അവരിനെ നോക്കുന്നവർക്ക് റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന അന്തസ്സതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിന്റെ ഉമ്മാനെയും വാപ്പാനെയും നന്നായിട്ട് നല്ല രീതിയിൽ അവരെ നോക്കുക എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മാനെയും വാപ്പാനെയും എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ എന്ന് പറഞ്ഞു. നരകം അവര് തന്നെയാണ്, അതേപോലെ നിങ്ങൾക്കുള്ള സ്വർഗവും അവരാണ്. സ്വർഗം കിട്ടണമെങ്കിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. നിങ്ങൾക്ക് സ്വർഗത്തിൽ നീ പോണം എന്ന് പറഞ്ഞാൽ അവർക്ക് നീ ഖിദ്മത്ത് ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ അവർക്കുള്ള ഖിദ്മത്ത് ചെയ്തില്ല, അവരിനെ വേണ്ടാത്ത, അതായത് വളരെ മോശമായിട്ട് നടത്തി എന്ന് പറയുമ്പോ അപ്പൊ അവർക്ക്, അതായത് നമുക്ക് കിട്ടുന്നത് എന്താ? നരകം കിട്ടും. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു തന്നെ ഖുർആനിൽ നമുക്ക് കൽപ്പിച്ചിരിക്കുകയാണ്, അതായത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയ സവാബ് നമുക്ക് എന്ത് ചെയ്യും? വാപ്പാനെയും ഉമ്മാനെയും നാം നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. റബ്ബുൽ ഇസ്സത്ത് അതേപോലുള്ള സവാബ് നമുക്ക് കിട്ടാനായിട്ടുള്ള തൗഫീഖ് അല്ലാഹു ചെയ്യട്ടെ. നമ്മുടെ വാഫാനെയും ഉമ്മാനെയും നല്ല രീതിയിൽ നോക്കാനായിട്ടുള്ള കഴിവും നമുക്ക് തരട്ടെ. അതേപോലെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ദുനിയാവിൽ നമുക്ക് തരട്ടെ.
സഹോദരന്മാരെ, അപ്പൊ ഇൽമ പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മൾ അയക്കണം, ഇൽമ പഠിക്കണം, നല്ല ഇൽമിനെ നമ്മൾ പഠിക്കണം. 4 ക്ലാസ്, അതായത് സ്കൂളിൽ പോയിട്ട് ABCD കൂടി പഠിച്ചിട്ടേ ഇല്ല, സ്കൂളിൽ പോയിട്ടേ ഇല്ല. എന്നാൽ എന്ത് തമിഴ് മലയാളം ഇതൊക്കെ എനിക്ക് പഠിക്കാൻ അറിയും, വായിക്കാൻ അറിയും. ഞാൻ അറബി മാത്രം. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പറഞ്ഞ് കരഞ്ഞ് എന്നെ, അതായത് എവിടെയെങ്കിലും ഓതാൻ കൊണ്ടുപോയി വിടി എന്ന് പറഞ്ഞ് ഖുർആൻ കഴിഞ്ഞ ഉടനെ ഓതാനായിട്ട് എന്നെ പള്ളപ്പട്ടിയിൽ കൊണ്ട് ചേർത്തി, അറബി ഹസ്രത്തിൻ്റെ അടുത്ത് കൊണ്ട് ചേർത്തി. അങ്ങനെ അറബി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹു എൻ്റെ ജീവിതത്തിനെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. റബ്ബുൽ ഇസ്സത്ത് എൻ്റെ വാപ്പ ഉമ്മ എനിക്ക് ചെയ്ത പ്രവൃത്തി അതാണ്. ആ നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് അള്ളാഹു തൗഫീഖ് ചെയ്തു. ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാനും അവൻ്റെ വിഷയങ്ങൾ ഓതിക്കൊടുക്കാനും ഹദീസുകൾ പഠിച്ചു കൊടുക്കാനും ഖുർആന്റെ തഫ്സീറുകൾ പഠിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു ജല്ല ശാനഹു തആല എനിക്ക് ചെയ്തിട്ടുണ്ട്. മരിക്കുന്നത് വരെ ചെയ്യാൻ നിങ്ങളെല്ലാം ദുആ ചെയ്യണം. അല്ലാഹു തആല ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ സഹോദരന്മാരെ, അപ്പോ മസ്താനസരത്തിന് ഇപ്പൊ നമ്മളെല്ലാം ഈ കൂട്ടത്തിൽ വെച്ച് നല്ല രീതിയിൽ അവന് നമ്മൾ പറഞ്ഞു, എല്ലാം കേട്ട് ഞാൻ മസ്താനത്ത് ശേഖന്മാരെയൊക്കെ കാണുന്നവരാണ്. അതേപോലെ മർക്കസിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മർക്കസിൽ അതായത് സനദ് ദാന സമ്മേളനത്തിന് മസ്താനത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ AP ഉസ്താദ് തന്നെ പറഞ്ഞു, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ മുഖ്യമായ ആളാണ് എന്ന് പറഞ്ഞു. അല്ലാഹു ജല്ല ശാനഹു തആല സുന്നത്ത് വൽ ജമാഅത്തിൽ നമ്മളെ ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അള്ളാഹ് എന്താ പറഞ്ഞിരിക്കുന്നത് ഖുർആനിൽ? അതായത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവേ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക എന്ന് നബിയെ നിങ്ങൾ പറയുക എന്ന് അല്ലാഹു ജല്ല ശാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്ത് അവർക്ക് വഹി അറിയിച്ചു. അതേപോലെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണ് മസ്താനസർ. അതാണ് നമുക്ക് വേണ്ടിയത്. അതായത് ഖിയാമത്ത് ദിവസത്തിൽ ചില ആൾക്കാരിന്റെ മുഖം വെള്ളയാകും, വെണ്മയാകും, നൂറാനിയത്ത് കൊണ്ട് ആ മുഖം നല്ല പ്രകാശമായിരിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ടാകും. ചില ആൾക്കാര് കറുത്തവരായിരിക്കും, ആ മുഖം കറുപ്പായിരിക്കും. അങ്ങനെയും ചില ആൾക്കാരുണ്ടാകും ഖിയാമത്ത്. അല്ലാഹു ജല്ല ശാനഹു തആല ഇത് ആരെയാണ് ഈ പ്രകാശമുള്ളവരായിട്ട് ആക്കുന്നത് എന്ന് പറയുമ്പോൾ മുല്ലാലി ഖാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുമ്മ, അതായത് അല്ലാഹും ബയ്യിദ് വജ്ഹി യൗമ തബിയദു വുജൂഹും വതസ്വദു വുജൂഹുൻ എന്ന് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ യാ അല്ലാഹ്, എൻ്റെ മുഖത്തിനെ നീ വെള്ളയാക്കണം, അതായത് പ്രകാശമുള്ളതാക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. അത് ആരാണ്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ നിങ്ങൾ ജീവിക്കുക എന്ന് നമ്മളോട് പറഞ്ഞു. ആ ആൾക്കാരാണ് ഖിയാമത്തിൽ മുഖം വെള്ളയായിട്ട് വരിക എന്ന് മുല്ലാലി ഖാരി റളിയല്ലാഹു തആല അൻഹു മിർഖാത്തിൽ പറഞ്ഞു. അതേപോലെ കറുത്തവരാരാ? മുബ്തദികളായ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബിദ്അത്തുള്ളവർ, ബിദ്അത്തിനെ ചെയ്യുന്നവർ. ഇപ്പൊ ബിദ്അത്തിന്റെ ആൾക്കാരെ നമ്മൾ കാണുന്നു, എത്രയോ ആൾക്കാരുണ്ട് ബിദ്അത്ത് ചെയ്യുന്നവരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ നേരിട്ട് എന്ത് ചെയ്യുന്നതിനെ മാറ്റം ചെയ്യുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞു. അതായത് നേരുവഴി കിട്ടിയ നേരായ മാർഗത്തിൽ കൂടി നടക്കുന്ന എൻ്റെ ഖുലഫായ റാഷിദീങ്ങളുടെ വഴിയും എൻ്റെ വഴിയും നിങ്ങൾ പിൻപറ്റി നടക്കുക എന്ന് പറഞ്ഞു. അതേപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതായത് ബനി ഇസ്രായേൽ ഈ 72 കൂട്ടങ്ങളായിട്ട് പിരിയും. എൻ്റെ ഉമ്മത്തികൾ 73 കൂട്ടങ്ങളായിട്ട് പിരിയും. അതിൽ ഒരേ ഒരു കൂട്ടം മാത്രം സ്വർഗത്തിൽ പോകും, മറ്റവരെല്ലാം ഫിന്നാർ, എല്ലാം നരകത്തിലാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഉലമാക്കൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്.
അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ കൂട്ടം ആരാണ്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തുകളും എതിന്റെ മേലാണോ, എങ്ങനെയാണോ നടക്കുന്നത് ആ വഴിയിൽ കൂടി നടക്കുന്നവരാണ് സ്വർഗത്തിൽ കടക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മാ അന അലൈഹി വ അസ്ഹാബി, എൻ്റെ സഹാബത്തുകളും ഞാനും ഇരിക്കുന്ന ആ കൂട്ടമാണ് ആ സ്വർഗത്തിൽ പോകുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ അതാരാണ്? നമ്മൾ ആലോചിച്ച് നോക്കണം. സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച 2 ഖുത്ബ ഉണ്ടാക്കി. അത് ഉസ്മാനല്ലേ ഉണ്ടാക്കി, അതുകൊണ്ട് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞ് തട്ടുന്നവർ മുബ്തദികളാ, അവർ നരകവാസികളാ, അവരെന്ത് ചെയ്യില്ല, അവര് സ്വർഗത്തിൽ പോകുന്നവരല്ല. എന്തുകൊണ്ട്? ഖുലഫായെ റാഷിദീങ്ങളിൽ ഉള്ളവരാണ് സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല. അവർ ചെയ്തതിനെ ചെയ്തു കാട്ടണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് നമസ്കരിച്ചു എന്നതിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചു, ഈ 20 റക്അത്ത് എന്താ നിസ്കരിക്കണേ, എന്താ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദന അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഉമർ ബിൻ ഖത്താബ് അതിന്റെ അസൽ കണ്ടത് കൊണ്ടാണ് അങ്ങനെ അവർ നമസ്കരിക്കാൻ കാരണം, അതുകൊണ്ട് അത് സുന്നത്ത് തന്നെയാണ് എന്ന് സയ്യിദന അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. അപ്പൊ അതേപോലെ സഹോദരന്മാരെ, അള്ളാഹു ഇവര് പറയുന്നത് എന്താ? 8 റക്അത്താണ്. 8 റക്അത്തല്ല, 20 റക്അത്താണ്. അത് അവരുടെ നേതാവിന്റെ ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ അതിന് ഒരു സഫ, ഒരു ഭാഗം അങ്ങനെ പറഞ്ഞ നിറയെ ദലീലുകളെ കൊണ്ടുവന്ന അയാൾ പറഞ്ഞിരുന്നു 20 റക്അത്താണ്. അപ്പൊ അത് ഏറ്റെടുക്കില്ല എന്നുകൊണ്ട് ഖലീഫ ചെയ്തു എന്ന്, ഉമർ ബിൻ ഖത്താബ് അവർ ചെയ്തു എന്ന്. റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? ഞാൻ തമസ്സകൂ ബി സുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ പറ്റിപ്പിടിക്കുക. സുന്നത്തിൽ ഖുലഫായ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ പറ്റിപ്പിടിക്കുക. ആ ഹദീസിൽ പറഞ്ഞ എന്താ? ഞാനും എൻ്റെ സഹാബത്തുകളും ചെയ്തതിനെ നിങ്ങൾ ചെയ്യുക എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ സഹാബത്തുകൾ ചെയ്താലും ഖുലഫായ റാഷിദീങ്ങൾ ചെയ്താലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലും എല്ലാം സുന്നത്താണ്. ഞങ്ങൾ ആണുങ്ങളാണ്, അവർ ആണുങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പറയാൻ പറ്റൂല. അങ്ങനെയല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തോ അതിനെ ഖുലഫായ റാഷിദീങ്ങൾ അവർ അപ്പടിയേ നമുക്ക് കാട്ടിത്തന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, മാ തറക്തു സുന്നത്തൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്തുകളിൽ നിന്നും ഒരു സുന്നത്തിനെയും ഞാൻ ഉപേക്ഷിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞവർ. എന്താ കാരണം? ഇന്നി അഖാഫു അൻ അസീഖ, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ അതായത് മാറിപ്പോകുമോ എന്ന്. അതായത് അഹ്ലു സുന്നത്തിനെ വിട്ടും ഞാൻ ഇസ്ലാമിൽ നിന്നും ഞാൻ തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആയതുകൊണ്ട് ഒരു സുന്നത്തിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാട്ടിത്തന്നതായ ഒരു സുന്നത്തിനെയും നാം വിട്ടിട്ടേയില്ല എന്ന് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ഒട്ടകത്തിൽ ഇങ്ങനെ അവന്റെ കൂട്ടത്തോട് കൂടിയിട്ട് പോയി. അവന്റെ സഹാബാക്കളെല്ലാം ചേർന്ന് ഒരു ഭാഗത്ത് പോയി കുറച്ചു ദൂരം പോയ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാഗത്ത് പോയിട്ട് തന്റെ ഒട്ടകത്തിന് ഇങ്ങനെ ചുറ്റാൻ വിട്ടു. ആ ഒട്ടകം ഇങ്ങനെ ചുറ്റി വന്നു. അവിടെ ഒന്നുമില്ല, ആ ചുറ്റന്റെ കാര്യമില്ല. എന്തിനാ ചുറ്റിയത് എന്ന് സഹാബാക്കൾക്ക് അറിയാതെ സഹാബാക്കൾ അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ അവിടെ ചുറ്റി? ഈ ഒട്ടകത്തിന് ഇവിടെ ചുറ്റാൻ വിട്ടതിന്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാ ചുറ്റിയത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാനേ അറിയില്ല. ഇവിടെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഞങ്ങളുടെ ഒട്ടകത്തിനെ ഇവിടെ ചുറ്റാൻ വിട്ടു. അതുകൊണ്ട് അത് കണ്ടിട്ട് അത് സുന്നത്താണ് പറഞ്ഞ് അവന്റെ ഇത്തിബാ ചെയ്യാൻ വേണ്ടി അവന്റെ ഇത്തിബാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തുടർന്നവനായിട്ട് ഞാൻ ആകണം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഫത്തബിഊനി, എന്നെ പിൻപറ്റുക എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതേപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയതാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ എന്തിനാണ് അവർ സിറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ കാരണം എന്ന് ഞാനേ അറിയില്ല. അപ്പൊ അതാണ് ഞാൻ ചുറ്റാൻ കാരണം എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനോട് പറയണമെങ്കിൽ, അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാര്യത്തെ അവർ പ്രവർത്തിച്ചാലും അതിന്റെ കാരണം കേൾക്കാൻ കൂടി ആരും നിൽക്കുകയില്ല, അതിനവർ ചെയ്യും. സഹാബത്തുകൾ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മാന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തുകളും എങ്ങനെയാണോ ഞങ്ങളെ ജീവിച്ചത് അതേപോലെ ജീവിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അതാണ് കാരണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യണം. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പിൻപറ്റുന്നവരായിട്ട് നിങ്ങളാകണം. നിങ്ങളുടെ ഹവാനഫ്സ്, നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലെയെല്ലാം നിങ്ങൾ നടക്കുന്നതല്ല സുന്നത്ത്. എൻ്റെ സഹാബത്തും ഞാനും നടക്കുന്ന വഴിയിൽ നിങ്ങൾ നടക്കീനെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉപദേശം ചെയ്യാനുള്ള കാരണം അതാണ്. അതേപോലെ മസ്താൻ ഹസ്രത്തിനെ നമ്മളിപ്പോ അല്ലാഹു തആലാന്റെ വലിയ കൃപയാണ് 12 വർഷമായി വഫാത്തായി. ഈ 12 വർഷമായിട്ട് മറന്നിട്ടില്ല നമ്മൾക്കാരും. മസ്താൻ ഹസ്രത്തിനെ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? ആരും മറന്നിട്ടില്ല. എന്നും ഓർമ്മയാ മസ്താൻ ഹസ്രത്ത്. അവരുടെ പേര് പോലെ മസ്താനയായി. അവന്റെ പേര് മസ്താൻ എന്നാണ്. അതേപോലെ അള്ളാഹുവിന്റെ വഴിയിൽ മസ്താനായിട്ട് തന്നെ അള്ളാഹു തആല അവരെ ആക്കി വെച്ചു. അപ്പൊ അവരെ പിൻപറ്റണം നമ്മൾ. അതാണ് നമുക്ക് വേണ്ടി. അവർ ഏത് വഴിയാണോ നമ്മൾ കാണിച്ചു തന്നത് ആ വഴിയിൽ കൂടി നമ്മൾ നടക്കുക. അപ്പൊ അള്ളാഹു ജല്ല ശാനഹു തആല ഖിയാമത്തിൽ അവരും നമ്മളും ഒരുമിച്ച് സ്വർഗത്തിൽ കിടക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. അല്ലാഹു ആക്കി തരട്ടെ. അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ മസ്താനത്തിന്റെ 12 വർഷമായിട്ടും മറക്കാതെ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഓതിയവർ ഇങ്ങനെ ഒരു അതായത് ഒരു സമ്മേളനം കൂട്ടാനായിട്ടുള്ള കാരണം എന്താ? അവർ നടന്ന വഴി നല്ല വഴി. എങ്ങനെ? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടോ? സയ്യിദുനാ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ ഉള്ളവരാണ് അവര്. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പോൾ ഉള്ളവരാണോ? അതേമാതിരി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ ഉള്ളവരാണോ? ഉള്ളവരല്ല. അവരുടെ ഇൽമിന്റെ കാരണം. ഇൽമിനെ അവർ എല്ലാവർക്കും പഠിച്ചു കൊടുത്തു. അതേപോലെ ആ ഇൽമിനെ എഴുതി വെച്ചു. അവർ നല്ല മാർഗത്തിൽ കൂടി അവരെ നടന്ന് വഴി കാണിച്ചു തന്നു നമ്മൾ. അത് ഇന്ന് 1000 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടേയിരിക്കുക. അവന്റെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി, അവന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ പൊരുത്തപ്പെടട്ടെ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരായിരിക്കുന്നു. ഇതേപോലെ ഹസ്രത്ത് അവരുടെ പേര് കേൾക്കുമ്പോഴും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു തആല അവരുടെ സിറിനെ, അവരുടെ രഹസ്യത്തിനെ, അവരുടെ ഖൽബിനെ അല്ലാഹ് പരിശുദ്ധമാക്കി എന്നർത്ഥം. സിറിനെ നമ്മുടെ ഹൃദയം എന്നൊരു അർത്ഥമുണ്ട്. ആ ഹൃദയം എന്ന അർത്ഥം നമ്മൾ വെച്ച് നോക്കുമ്പോ ഖദ്ദസല്ലാഹു, അല്ലാഹ് പരിശുദ്ധമാക്കട്ടെ, സിർറഹു അവരുടെ ഹൃദയത്തിനെ അല്ലാഹ് പരിശുദ്ധമാക്കട്ടെ, അൽ അസീസ് ഗണ്യമായ ഹൃദയത്തിനെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പൊ അതേമാതിരിയുള്ള ദുആ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അവരുടെ വഴി എന്തോ ആ വഴി കൂടി നമ്മൾ നടക്കണം. അല്ലാഹു ജല്ല ശാനഹു തആല ആ വഴിയിൽ നടക്കാനുള്ള തൗഫീഖിനെ നമ്മെല്ലാവർക്കും ചെയ്യട്ടെ.
സുന്നത്തിനെ നമ്മൾ പിൻപറ്റി നടക്കണം എന്ന് പറഞ്ഞാൽ സയ്യിദുനാ ശിബ്ലി റളിയല്ലാഹു തആല അവർക്ക് തഫ്സീറുണ്ട്. സഹൽ തുസ്രി റളിയല്ലാഹു അവർക്ക് തഫ്സീറുണ്ട്. അതിലവർ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഇതിന്റെ അർത്ഥം എന്താ പറയുന്നത്? അതായത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിനെ കാണിച്ചു തരണം. എന്താ അത് വഴി? സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. സഹൽ തുസ്രി റളിയല്ലാഹു തആല അൻഹു അവരുടെ തഫ്സീറായി സുന്നത്തിന്റെ വഴി. അല്ലദീന അൻഅംത അലൈഹിം, നീ അവർക്ക് നിഅമത്ത് ചെയ്തവർ, സിദ്ദീഖീൻ വ ശുഹദാഇ വ സാലിഹീൻ, ഇവർക്കെല്ലാം നീ സുന്നത്തിന്റെ വഴിയിൽ നടക്കാനുള്ള ആ ഭാഗ്യത്തിനെ അവർക്ക് നീ കൊടുത്തു. അതേപോലെ റബ്ബേ ഞങ്ങൾക്കും ആ സുന്നത്തിന്റെ വഴി നീ കാട്ടിത്തരണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് സഹൽ തുസ്രി റളിയല്ലാഹു തആല അൻഹു അവർ തങ്ങളുടെ ആ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ആരാണോ നടക്കുന്നത് അവർക്കാണ് വിജയം, മറ്റവർക്ക് വിജയമില്ല, അവർക്ക് തന്നെയാണ് വിജയം. ഇതിനെയാണ് സയ്യിദുനാ അബൂ ഉസ്മാനുൽ ഹീറാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ആരൊരുത്തൻ അതായത് തന്റെ ഹവാ നഫ്സ്, തന്നോട് ആശ, മനസ്സിലുണ്ടായ ആശയില്ലേ, ആ ആശയെ പിൻപറ്റി നടക്കുന്നവനായാൽ, ആ ഷഹ്വത്തിനെ പിൻപറ്റി നടക്കുന്നവനായാൽ അവൻ ബിദ്അത്തുകാരനാണ്, ബിദ്അത്തിനെ അവൻ പിൻപറ്റി നടക്കും. അതേ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതായത് അവരുടെ സുന്നത്തിനെ ഒരു മനുഷ്യൻ വഴിയിൽ ഏറ്റെടുത്താൽ, ആ വഴിയിൽ അവൻ നടക്കக்கூடிയവനായിരുന്നാൽ, അപ്പോൾ അവൻ സംസാരിക്കുന്നതെല്ലാം നല്ല ഹിക്മത്തായ വിഷയങ്ങൾ സംസാരിക്കും. അവൻ നല്ല ഒരുത്തനാണ്, സുന്നത്ത് വൽ ജമാഅത്തിലുള്ളവനാണ് അവൻ എന്ന് സയ്യിദുനാ അബൂ ഉസ്മാനുൽ ഹീറാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആകെ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ശാനഹു വ തആല അപ്പൊ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ വഴിയിൽ കൂടി നമ്മൾ നടക്കണം. അതുമാതിരി മസ്താന സ്ഥലത്ത് അല്ലാഹു ജല്ല ശാനഹു തആലയുടെ സുന്നത്തിനെ അവർ പിൻപറ്റി നടന്നു. ഇതേപോലെ മഹ്ലരികളായ നമ്മളെല്ലാം അല്ലാഹു ജല്ല ശാനഹു തആലയ്ക്ക് വളരെ കൃപയുള്ളവരാണ്, റഹ്മത്തുള്ളവരാണ് എന്നൊരു സന്തോഷമാണ്. അതായത് ഞാൻ ആദ്യം ഇവിടെ തഹസീലായി പാലക്കാട് വരുമ്പോൾ ഞാൻ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ മഹ്ലരിയായി, ഒരേ ആള്, വേറെ ആരും മഹ്ലരിയില്ല. അപ്പൊ എനിക്ക് വലിയ അത്ഭുതം, എന്താ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇപ്പൊ അല്ലാഹു തആല കേരളം ഫുള്ള് മഹ്ലരി നിറഞ്ഞു പോയി, എല്ലാ ഭാഗത്തും മഹ്ലരികളാണ്. മുബത്തദികൾ ഈ മഹ്ലരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അവർക്കൊരു അലർജിയാ. മഹ്ലരി എന്ന് പറയുമ്പോൾ അവർക്കൊരു അലർജിയാണ്. ഒരാൾ അതിനാ പട്ടണത്തിൽ വെച്ച് എൻ്റെ പറഞ്ഞു, അതായത് മഹ്ലരിன்னு பேரை ஏன் போடுறீங்க, அந்த பேரை மாத்திக்கிட்டு மிஸ்பாஹின்னு மாத்திரம் போடுங்க, நான் மிஸ்பாஹில் അതിൽ തഹസീലായവനാ. അപ്പൊ അയാൾ പറയാ എൻ്റെ മഹ്ലരിன்னு ஏன் போடுறீங்க, മിസ്ബാഹിന് മാത്രം പോടുങ്ങളെ എന്ന് പറയും. എന്താ അത് കേട്ടാൽ അലർജിയായിരിക്കും. മുബത്തദീകളാണ് ഒരു തബ്ലീഗുകാരനെ പറഞ്ഞത്. അതുകൊണ്ട് മുബത്തദീകളാണ് അവരൊക്കെ. അവര് ഈ മഹ്ലരി എന്ന് പേര് കേൾക്കുമ്പോൾ അവർക്കെല്ലാം അലർജിയാണ്. അല്ലാഹു ജല്ല ശാനഹു തആല അത്രയും വലിയൊരു സംഖ്യയും മതിപ്പും അന്തസ്തും മഹ്ലരികളൊക്കെ അല്ലാഹു ജല്ല ശാനഹു തആല തന്നിട്ടുണ്ട്. അതിനെ അള്ളാഹു നിലനാട്ടി വെക്കട്ടെ. അല്ലാഹു ജല്ല ശാനഹു തആലയുടെ ഖിയാമത്തിൽ നാം പോകുമ്പോൾ സയ്യിദുനാ മസ്താന ഹസ്രത്ത് അവരെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ നല്ല മക്കളാக നമ്മളെല്ലാവരെയും ആക്കി അള്ളാഹു സ്വർഗത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും എന്ത് ചെയ്യണം, അതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയവരായിരിക്കണം. റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാം അവരുടെ പാവങ്ങളെല്ലാം പൊറുത്ത് നമ്മൾ ചെയ്യുന്നതായ എല്ലാ പാവങ്ങളെയും അല്ലാഹു ജല്ല ശാനഹു തആല പൊറുത്തു തരട്ടെ.
നമുക്ക് സാലിഹായ അമലെ കാണിച്ചു തരട്ടെ. അല്ലാഹു ജല്ല ശാനഹു തആല നമുക്ക് നമ്മളുടെ കുടുംബത്തിനും ആഫിയത്തിനെയും നിഅമത്തിനെയും അതേപോലെ സലാമത്തിനെയും എല്ലാവിധ ആപത്തുകളെയും നമ്മളെ വിട്ട് അല്ലാഹു ജല്ല ശാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്കും മുസ്ലിമായ എല്ലാവർക്കും ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ആരും വിചാരിക്കാത്തതാണ് ഏത് വയനാട്ടിൽ സംഭവിച്ചത്. എത്ര വലിയൊരു കാര്യമാണ്. അല്ലാഹു ജല്ല ശാനഹു തആല ഒരു 2-3 രാജ്യങ്ങളെ ഇല്ലാതാക്കി. എന്താ കാരണം? അള്ളാഹുവിനെ വിളിച്ചു. അല്ലാഹു തആല അതിൽ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നല്ല സ്വർഗത്തിന് കൊടുക്കട്ടെ. അവരെയൊക്കെ ഷഹീദാക്കട്ടെ. ഷഹീദിന്റെ കൂലി അവർക്ക് കൊടുക്കട്ടെ. അള്ളാഹു നല്ല പദവിയെ കൊടുത്ത് അവരിൽ ബാക്കിയിരിക്കുന്നതായവർക്ക് നല്ല ആഫിയത്തിനെയും ആയുസ്സിനെ നീളമായ ആയുസ്സിനെയും അതേപോലെ അവരെ എല്ലാവരെയും നമ്മളെയും സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഭാഗ്യത്തിന് അല്ലാഹു ജല്ല ശാനഹു തആല നമ്മെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. യാ അല്ലാഹ്, ഞങ്ങളുടെ ഉസ്താദ് മസ്താഹുസരത്ത് അതേപോലെ കായൽ പട്ടണത്ത് ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അതായത് സാഹിബ് തമ്പി ആലിംസ, നൂഹ് കണ്ണാലിംസ, അബൂബക്കർ ഖിബ്ല, ഇതേപോലെ ആരെല്ലാം അവിടെ ഉസ്താദായിരുന്നു അവർക്കെല്ലാം അതേപോലെ മറ്റു ഉസ്താദ്മാർക്കും ഉലമാക്കൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും എല്ലാ പാവങ്ങളെയും നീ പുറത്തു കൊടുക്കണം റബ്ബേ. എല്ലാവർക്കും നല്ല ആഫിയത്തിനെയും റിസ്ഖൻ വാസിനെയും കൊടുക്കണം റബ്ബേ. എല്ലാവരെയും നീ നല്ല ആഫിയത്തോടു കൂടി ജീവിക്കാനും സലാമത്തോടു കൂടി ജീവിക്കാനും എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് എല്ലാ ആപത്തുകളെയും അതായത് എല്ലാവരെയും വിട്ടും നീ നീക്കിത്തരണമെന്ന് നിന്നോട് ദുആ ചെയ്യുന്നു. അതേപോലെ ഹുസ്നുൽ ഖാത്തിമാനി ഞങ്ങൾക്ക് തരണം. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നവരായി ആ ഷഹാദത്തോട് കൂടിയിട്ട് മരിക്കാനായി റബ്ബേ നീ തൗഫീഖ് ചെയ്യണം. നീ അതിനുവേണ്ടിയുള്ള ഖിയാമത്തിൽ ഞങ്ങളെ എഴുന്നേൽക്കുമ്പോൾ മുഅ്മിനായവർ നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം. നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം എന്ന് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.